ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും വില കൂടിയ സാധനങ്ങൾ സുധി മേടിച്ചു കൊടുത്തപ്പോഴേക്കും അച്ഛനെ മാത്രം ഒരു തോർത്താണ് മേടിച്ചു കൊടുത്തത്. ഇത് കാണുമ്പോഴേക്കും രവീന്ദ്രനെ ഭയങ്കര സങ്കടമാവുന്നുണ്ട്, ഇമോഷണൽ ആവുന്നുണ്ട്, ഒരുപാട് സങ്കടത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സച്ചിക്കും ഇത് കാണുമ്പോൾ ഭയങ്കര വിഷമാവുന്നുണ്ട്. സച്ചി ആ വിഷയം മാറ്റാൻ വേണ്ടി പറയുന്നുണ്ട്, അച്ഛാ ഇവൻ ഈ പോക്കാണെങ്കിൽ ഞങ്ങൾക്ക് തരാനുള്ള 50 ലക്ഷം രൂപ തരുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി വന്ന് പറയുന്നുണ്ട്, സച്ചി നിങ്ങൾക്ക് തരാനുള്ള പൈസ ഞാൻ എന്തായാലും തന്നിരിക്കുന്നു പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ ഈ സുധി ആവശ്യത്തിൽ കൂടുതൽ പൈസ ചെലവാക്കി കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, അതിൽ നിനക്കെന്താടി പ്രശ്നം, അവൻ്റെ കാശ് അവൻ ചെലവാക്കുന്നു, നീ കയറി ഇടപെടാൻ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ചീത്ത പറയുന്നുണ്ട് രേവതിയെ. ഇതെല്ലാം മേടിക്കാൻ തന്നെ 4 ലക്ഷത്തിന് മുകളിൽ കാശായിട്ടുണ്ടാവും. എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കച്ചാ, മോഷണം പോയ വസ്തുക്കളൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ ഇവന്, അതാ ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ഇങ്ങനെ സുധിയെ നോക്കുന്നുണ്ട്. അപ്പോൾ സുധി പറയും, ഏയ് ഇതൊന്നുമല്ല, ഞാൻ വളർന്നു വരുന്നൊരു ബിസിനസ് മാനാ, ഞാൻ ചോദിച്ചാൽ എത്ര പേര് വേണമെങ്കിലും എത്ര ലക്ഷം രൂപ വേണമെങ്കിലും എനിക്ക് തരും എന്നൊക്കെ സുധി ഭയങ്കര ഡയലോഗ് അടിക്കുവാണേ. സച്ചി അപ്പോൾ ഇതിനെ മറുപടിയായിട്ട് പറയാൻ പോകുമ്പോഴേക്ക് രവീന്ദ്രൻ പറയും, മതിയടാ, എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ തല്ലുപിടിക്കുന്നത്, ഇവൻ തൊഴിലിൽ മുന്നേറുന്നുണ്ടെങ്കിൽ എനിക്ക് അത് തന്നെ ഭയങ്കര സന്തോഷം, നിർത്ത് ഞാനോട് പറഞ്ഞിട്ട് രവീന്ദ്രൻ അവിടെ നിന്നും പോകുവാണ്. അപ്പോഴേക്കും സച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്നാലും ഇവനും ഇത്രയും കാശ് എവിടെ നിന്ന് കിട്ടി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, സച്ചിക്ക് എന്തിനാ അത് അറിഞ്ഞിട്ടെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, അല്ല ഇതൊക്കെ മേടിക്കാൻ ഒരുപാട് കാശാവില്ലേ. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അവർക്ക് വയറെരിയുന്നുണ്ടാവും ശ്രുതി മുന്നേറുന്നത് കാണുമ്പോഴേക്കും. രേവതിക്ക് ഇത് കേൾക്കുമ്പോഴേക്കും പിടിക്കുന്നില്ല. രേവതി പറയും, ചോദ്യം ചോദിക്കുന്നതിനർത്ഥം വയറരിച്ചിലാണെന്നാണോ, സച്ചിയേട്ടൻ ഇത്രയും കാശ് ഇത്രയും പെട്ടെന്ന് എങ്ങനെ കിട്ടിയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതല്ലേ. അപ്പോഴേക്ക് ശ്രുതി പറയും, നിങ്ങൾ കൂടുതൽ കാര്യത്തിലൊന്നും ഇടപെടണ്ടേ, നിങ്ങൾക്ക് തരാനുള്ള കാശ് ഞങ്ങൾ തന്നിരിക്കും, അതോർത്ത് നിങ്ങൾ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്നും പോവുകയാണ്. ശ്രുതി ഭയങ്കര സന്തോഷത്തിലാണ്. നെക്ലസൊക്കെ ശ്രുതി മേടിച്ചു തന്നല്ലോ. റൂമിൽ നിന്ന് ആ നെക്ലസ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ടോ ശ്രുതി എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയും, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നാലും ശ്രുതി ഇതൊക്കെ മേടിക്കാൻ കൂടി ഒരു 5 ലക്ഷത്തിന് മുകളിലായിട്ടുണ്ടാവില്ലേ, ഈ കാശൊക്കെ എവിടെയാണെന്നൊന്ന് അറിയാൻ എങ്ങനെ വന്നു ശ്രുതിക്കെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതൊക്കെ കിട്ടി ശ്രുതി, അക്കൗണ്ടിലുണ്ടായിരുന്ന പൈസ എടുത്തോ ശ്രുതി എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, ഇല്ല ആ കാശ് എടുക്കരുതെന്ന് നീ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് ഞാൻ എടുത്തില്ല എന്ന് ശ്രുതി പറയുവാണേ. അപ്പോഴും ശ്രുതിയുടെ സംശയം തീരുന്നില്ല. പിന്നെ ഇത്രയും കാശ് ശ്രുതിക്ക് ഇത്രയും പെട്ടെന്ന് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോഴേക്കുമാണ് ശ്രുതി ആ സത്യം വെളിപ്പെടുത്തുന്നത്. ശ്രുതി, അന്നൊരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ക്രെഡിറ്റ് കാർഡ് എന്ന് കിട്ടി എൻ്റെ കയ്യിൽ, അപ്പോൾ ആ കാശിന് ഞാൻ പർച്ചേസ് ചെയ്തതാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അയ്യോ ക്രെഡിറ്റ് കാർഡിലാണോ ഇതൊക്കെ മേടിച്ചത്, പലിശ ഒരുപാട് ആവില്ലേ ശ്രുതി, ഒരുപാട് പൈസ തിരിച്ചടക്കേണ്ടി വരില്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി അതോർത്തൊന്നും പേടിക്കണ്ട, ഇൻട്രസ്റ്റ് ഒക്കെ ഭയങ്കര കുറവാന്നൊക്കെയാണ് ശ്രുതി പറയുന്നത്. ഇനിയും ആ കാർഡിൽ ബാലൻസ് ഒരുപാട് കിടപ്പുണ്ടെന്നും പറയുന്നുണ്ട്. ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണേ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, ഞാനിതൊന്നും മേടിച്ചത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മേടിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല ശ്രുതി, ഇതൊക്കെ നമ്മൾ തിരിച്ചു കൊടുത്താലും പൈസ കിട്ടുന്ന സാധനങ്ങളല്ലേ, അതായത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ, ഈ സ്വർണ്ണം ആയാലും വാച്ച് ആയാലും നല്ല റീസെയിൽ വാല്യൂ ഉണ്ടാവും എന്നൊക്കെ പറയുവാണേ, നല്ല ബ്രാൻഡല്ലേ ശ്രുതി മേടിച്ച് ഈ വാച്ച് എന്നൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇതൊക്കെ റെയർ കളക്ഷനാണ്, വലിയ വലിയ ബിസിനസ്മാൻമാരൊക്കെ ഇങ്ങനത്തെ വാച്ചൊക്കെ ഇട്ടുന്നൊക്കെയാണ് ശ്രുതി പറയുന്നത്. എന്നാലും ശ്രുതിയുടെ മുഖം കാണുമ്പോൾ ശ്രുതിക്ക് സംശയം, നിനക്ക് എന്നോട് ദേഷ്യം വല്ലതുണ്ടോ ശ്രുതി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവാണേ ശ്രുതി. ഇല്ല ശ്രുതി, എനിക്കൊരു ദേഷ്യവും ഇല്ല, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്, ആൻറ്റിക്കും നല്ലൊരു സാരി തന്നെയല്ലേ ശ്രുതി മേടിച്ചു കൊടുത്തത്, എനിക്ക് ഒരുപാട് സന്തോഷമായി, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ടേ. എന്നാലും ശ്രുതി ചോദിക്കുന്നുണ്ട്, മാസം മാസം ക്രെഡിറ്റ് കാർഡ് നമുക്ക് കറക്റ്റായിട്ട് അടക്കണ്ടേ ശ്രുതി. അപ്പോൾ ശ്രുതി പറയും, അതിനെന്താ കുഴപ്പം, നമ്മുടെ ഷോറൂമൊക്കെ നന്നായിട്ട് റൺ ചെയ്യുന്നുണ്ടല്ലോ, നമുക്കതൊക്കെ കറക്റ്റായിട്ട് അടച്ചു പോവാം ശ്രുതി, നീ അതൊന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടേ ശ്രുതിയെ. എൻ്റെ ജീവിതം ഇപ്പോഴാണ് ഒന്ന് മാറാൻ തുടങ്ങിയത് ശ്രുതി, ഇതിനെല്ലാം കാരണം നീയാ എൻ്റെ ലക്കി ചാമെന്നൊക്കെ ശ്രുതിയെ നോക്കി പറയുന്നുണ്ട്. ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ശ്രുതി പറയും, നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി, എനിക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതിയുടെ ടാലൻറ്റിന് ശ്രുതി എന്തായാലും ഉയർന്നു വരിക തന്നെ ചെയ്യും ശ്രുതി എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര സന്തോഷത്തിലാണ്. ക്രെഡിറ്റ് കാർഡിൽ ഇനിയും ബാലൻസ് ഉണ്ട്, നമ്മൾ വിചാരിച്ച പോലെ നമുക്കിനി ഗോവക്കൊക്കെ പോകാൻ എന്നൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ആൻ്റണിയും ശരത്തും കൂടി പലിശ പിരിക്കാൻ വേണ്ടി ഇറങ്ങുവാണ്. ഒരു വീട്ടിൽ കയറി പോവാണ്. അവിടെ ആ സമയത്ത് ഒരു സ്ത്രീ മാത്രമേ ഉണ്ടാവത്തുള്ളൂ, അവരുടെ ഭർത്താവാണ് പലിശക്ക് മേടിച്ചിരിക്കുന്നത്. ആൻ്റണി അവിടെ കയറിയിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുവാണ്, ഈ സ്ത്രീയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവിനെ വിളിച്ച് മര്യാദക്ക് വരാൻ പറ, എൻ്റെ പേര് പറഞ്ഞാൽ മതി, ആൻ്റണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിൻ്റെ ഭർത്താവ് എനിക്ക് ബിരിയാണി വെച്ച് തരാൻ വരെ പറയും എന്നൊക്കെ ആൻ്റണി
ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാര്യ വിളിച്ച് അദ്ദേഹത്തെ പറയുമ്പോഴേക്കും ഓടി വരുവാണ്. ഓടി വരുന്നത് വേറെ ആരുടെയും കാറിലല്ല, നമ്മുടെ സച്ചിയുടെ കാറിലാണ് ഇയാൾ വരുന്നത്. പൈസയൊക്കെ ധൃതിയിൽ സച്ചിക്ക് കൊടുത്തിട്ട് അയാളെ വീട്ടിലോട്ട് ഓടിപ്പോവാണ്. അകത്തോട്ട് പോയിട്ട് നമ്മുടെ ആൻ്റണിയോട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ പലിശ മാസം മാസം കൃത്യമായിട്ട് അടക്കുന്നതല്ലേ, പിന്നെ എന്തിനാ വീട്ടിൽ വന്നിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, എനിക്ക് പൈസയ്ക്ക് ഇപ്പം ഒത്തിരി അത്യാവശ്യമുണ്ട്, 50,000 രൂപ ഉടനെ വേണം എന്ന് പറയുവാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇങ്ങനെ പെട്ടെന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ കയ്യിൽ അത്രയും കാശൊന്നുമില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആൻ്റണി വിട്ടുകൊടുക്കുന്നില്ല. പൈസ കിട്ടിയിട്ടേ അവിടെ നിന്ന് പോവുള്ളൂ എന്നുള്ള ഒറ്റ വാശിയിൽ നിൽക്കുവാണ്. ഈ ടൈമിലാണ് സച്ചി ശ്രദ്ധിക്കുന്നത്, കാറിൻ്റെ ഉള്ളിൽ അയാൾ ഒരു ബാഗ് മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സച്ചി ആ ബാഗും കൊണ്ട് നേരെ അകത്തോട്ട് പോവാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അകത്താണെങ്കിൽ അയാൾ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് ആൻ്റണി സമ്മതിക്കുന്നില്ല. പൈസ ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലും കടം മേടിച്ചോണ്ടും വാ, അത്രയും നേരം ഞാൻ ഇവിടെ ഇരുന്നോളാം, നിൻ്റെ ഭാര്യ നല്ലോണം ഫുഡൊക്കെ ഉണ്ടാക്കി തരുമല്ലോ, അതൊക്കെ കഴിച്ച് ഞങ്ങൾ എവിടെ ഇരുന്നോളാം, നീ പൈസ അറേഞ്ച് ചെയ്തിട്ട് വാന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണ്. അയാൾ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല ആൻ്റണി എന്ന് പറഞ്ഞിട്ടൊന്നും ആൻ്റണി കേൾക്കുന്നില്ല, തട്ടി കയറുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സച്ചി അകത്തോട്ട് വരുവാണ്. സച്ചിനെ കാണുന്നതും ആൻ്റണി ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. സാർ ബാഗ് കാറി വെച്ച് മറന്നു, അത് തരാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞിട്ട് സച്ചി ബാഗൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വീട്ടിൽ വരുന്നവരെ അങ്ങനെ വെറും കൈയോടെ വിടാൻ പാടില്ല സാറേ, ഇവർക്ക് വേണ്ടത് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആൻ്റണിയുടെ ഗുണ്ടേനെ പിടിച്ച് സച്ചി അടിക്കുവാണേ. അപ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, സച്ചി നിനക്ക് എന്തിൻ്റെ കുഴപ്പമാണെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നിനക്കൊന്നും എത്ര കിട്ടിയാലും മതിയാവില്ല ആൻ്റണി, എത്ര പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നു, എന്നിട്ടും പിന്നെയും നീ ഇതിനെ തന്നെ ഇറങ്ങി നടക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ആൻ്റണി ചേട്ടൻ കൊടുത്ത പൈസ ആൻ്റണി ചേട്ടൻ തിരിച്ചു ചോദിക്കുന്നു, അതിലെന്താ ഇത്ര പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴേക്കും ആൻ്റണിയും പറയുന്നുണ്ട്, ഇതെൻ്റെ ജോലിയാ സച്ചി എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, കൊടുത്തത് മാത്രമല്ലല്ലോ തിരിച്ചു ചോദിക്കുന്നത്, അതിൻ്റെ ഇരട്ടിയായിട്ടല്ലേ തിരിച്ചു ചോദിക്കുന്നത്, ഞാൻ എല്ലാം കേട്ടോണ്ടായി ഇവിടെ നിന്നേന്നൊക്കെ സച്ചി പറയുന്നുണ്ടേ. സച്ചി, എൻ്റെ പൈസ ഞാൻ അയാൾക്ക് കൊടുത്തു, അയാൾ അതെനിക്ക് തിരിച്ചു തരണം, അതിൽ നിനക്കെന്താ ഇത്ര പ്രശ്നം, ഞാനതിവിടെ വന്ന് ചോദിക്കും, നിൻ്റെ വീട്ടിലൊന്നുമല്ലല്ലോ വന്ന് ചോദിച്ചെന്ന് ആൻ്റണി ചൂടാവുന്നുണ്ടേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എൻ്റെ വീട്ടുവാതിക്കലെങ്ങാനും നീ വന്ന് നോക്ക്, നിൻ്റെ കാല് ഞാൻ തല്ലി ഒടിക്കും എന്നൊക്കെ പറയുവാണ്. സാറിന് വേറെ പണിയില്ലേ ഇവനെപ്പോലുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ കാശ് മേടിക്കാനെന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം പറയുന്നുണ്ട്, പൈസക്ക് ഇത്തിരി അത്യാവശ്യമായിപ്പോയി, അതുകൊണ്ടാണ് ഞങ്ങൾ മേടിച്ചതെന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും സച്ചി പറയും, ഇവനെപ്പോലുള്ളവരൊക്കെ അത് മുതലെടുക്കും, ഇപ്പം തന്നെ പോലീസിനെ വിളിച്ച് ഈ വിവരം പറയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, നീ എന്താ എന്നെ പേടിപ്പിക്കുവാണോ സച്ചി? സച്ചി പറയുന്നുണ്ട്, ഓ നിനക്ക് പോലീസിനെയൊന്നും പേടിയില്ലല്ലോ, അത് നിനക്കൊരു ഹോട്ടൽ പോലെയല്ലേ, ഡെയിലി കയറി ഇറങ്ങി നടക്കുമല്ലേ, പോലീസ് വന്നാലും നീ പറയും വെള്ളം മേടിച്ച് കുടിക്കാൻ വേണ്ടി അകത്തോട്ട് കയറിയതാണെന്ന്, നീ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ആൻ്റണിക്ക് കാണിച്ചു കൊടുക്കുവാണേ. ആൻ്റണിക്ക് അത് കാണുമ്പോഴേക്കും വല്ലാണ്ടാവുന്നുണ്ട്. വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും അയാളുടെ ഭാര്യ പറയുന്നുണ്ട്, ഇപ്പം തന്നെ പോലീസിനെ വിളിക്ക്, ഈ വീഡിയോയുടെ തന്നെ ഇവനെ പിടിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, പോലീസിനെ ഒന്നും വിളിക്കണ്ട, നിങ്ങൾ തരാനുള്ള പൈസ മൊത്തത്തിൽ എനിക്ക് അടുത്ത മാസം തന്നാൽ മതി, ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് ആൻ്റണി പോകാൻ തുടങ്ങുമ്പോഴേക്കും സച്ചി പറയും, അങ്ങനെ പോയാൽ എങ്ങനെയാ, ഒറ്റയടിക്ക് എങ്ങനെ ഇയാൾ തരും, ഓ ഇപ്പോൾ വക്കാലത്തിനൊക്കെ ആൾക്കാരല്ലേ, എങ്ങനെയെങ്കിലും ഒപ്പിച്ചതാ, എനിക്ക് അടുത്ത മാസം കാശ് കിട്ടണമെന്ന് ആൻ്റണി പറയുവാണേ. അപ്പോഴേക്കും സച്ചി പറയും, സാർ ഒരു പേപ്പറും പേനയും എടുത്തോണ്ടും വാ, ഒരു കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ അകത്തോട്ട് വിടുവാണേ. പേപ്പറും പേനയും കിട്ടിക്കഴിയുമ്പോഴേക്കും സച്ചി ശരത്തിനെ വിളിച്ചിട്ട് അത് ശരത്തിൻ്റെ കയ്യിൽ കൊടുക്കുവാണ്. ഇങ്ങോട്ടേക്ക് വാടാ, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ശരത്തിനെ വിളിക്കുമ്പോഴേക്കും ശരത്ത് ഇങ്ങനെ ദേഷ്യം കൊണ്ട് നിൽക്കുവാണ്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, നീ ഈ പേപ്പറും പേനയും പിടിച്ചിട്ട് ഞാൻ പറയുന്നത് പോലെ എഴുതുമെന്ന് പറയുവാണ്. ശരത്ത് സച്ചി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി നിൽക്കുവാണ്. എന്താണ് എഴുതാൻ നിനക്ക് ഇത്ര മടി, ബോസിൻ്റെ പെർമിഷൻ വേണമെന്ന് ചോദിക്കുവാണ്. എന്നിട്ട് ആൻ്റണിയെ നോക്കുമ്പോഴേക്കും ആൻ്റണി ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട്, ഇതെങ്ങാനും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, എഴുതി കൊടുക്കട ശരത്തേന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശരത്ത് എഴുതാൻ തുടങ്ങുവാണ് സച്ചി പറയുന്ന കാര്യങ്ങൾ. സച്ചി പറയുന്നുണ്ട്, സാറിന് മാസം എത്ര രൂപ വെച്ച് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴേക്കും 10 രൂപ വെച്ച് കൊടുക്കാൻ പറ്റുമെന്ന് പറയുവാണേ. അപ്പോൾ സച്ചി പറയും, മാസം 10,000 രൂപ ഞാൻ ഈ ആൻ്റണിക്ക് കൊടുക്കാമെന്ന് ഞാൻ വാക്കാൽ പറയുന്നു എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ, മുദ്ര പേപ്പറിന് സമാനമായിട്ടാണ് ആ പേപ്പറിൽ എഴുതുന്നത്. സച്ചി പറയുന്നത് പോലെ തന്നെ ശരത്ത് എഴുതി കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ആൻ്റണി പറയുന്ന രീതിയിലും ഒരെണ്ണം എഴുതുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മാസം 10,000 രൂപ മാത്രമേ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുകയുള്ളൂ എന്നും, അതിൽ കൂടുതൽ 1 രൂപ പോലും ഞാൻ മേടിക്കില്ല എന്നും, വീട്ടിൽ കയറി ഗുണ്ടകളായിട്ട് പ്രശ്നം ഉണ്ടാക്കില്ല എന്നും, സ്ത്രീകളോട് അതിക്രമം കാണിക്കില്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടൊരു ആൻ്റണി എഴുതുന്നത് പോലെ എഴുതിപ്പിക്കുവാണ് ശരത്തിനെ കൊണ്ട് സച്ചി.
എന്നിട്ട് ആൻ്റണിയെ കൊണ്ടായാൽ ഒപ്പിട്ട് മേടിക്കുന്നുണ്ട്, സാക്ഷിയായിട്ട് ശരത്തിൻ്റെ ഒപ്പം മേടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റേ പൈസ പലിശക്ക് മേടിച്ച ആളുടെ സൈനും മേടിക്കുന്നുണ്ട്, സാക്ഷിയായിട്ട് സച്ചിയും ഒപ്പിടുന്നുണ്ട്. എന്നിട്ട് സച്ചിയുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇനി ഇതിൻ്റെ പിറകിൽ വല്ല പ്രശ്നം വരുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഒരുപാട് നന്ദി സച്ചിനോട് പറയുന്നുണ്ട്. എന്നിട്ട് ആൻ്റണിയോട് പറയുന്നുണ്ട്, എന്ത് നോക്കി നിൽക്കും ആൻ്റണി, ഇനി ആരുടെ കയ്യിൽ നിന്നും കടം മേടിച്ചാലും ശരി നല്ലവരുടെ കയ്യിൽ നിന്നും നോക്കി മേടിക്കുക, ഇതുപോലെ കട്ട് തിന്നുന്നവരുടെ കയ്യിൽ നിന്നും മേടിക്കല്ലേ എന്നൊക്കെ സച്ചി ഒരു വാണിംഗും കൊടുക്കുന്നുണ്ട് അവർക്ക്. അത് കഴിഞ്ഞ് പുറത്തെത്തുമ്പോഴേക്കും ശരത്തിനെ വിളിച്ച് സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ എന്താടാ നന്നാവാത്തേ, നിന്റെ ദേവുവിനെ കണ്ടില്ലേ, അവൾ പഠിച്ച് നല്ല വിജയവും മേടിച്ച് ഇപ്പോൾ നല്ലൊരു ജോലിയായി, അതുപോലെ തന്നെ നിനക്കും എന്തെങ്കിലും നല്ലോണം പഠിച്ചൊരു ജോലി മേടിച്ചുവിടാ, ആ കുടുംബത്തിൽ തന്നെയല്ലേ നീയും പേർന്നത്, നീ എന്താടാ ഇങ്ങനെ ഇപ്പോൾ ഇത്, ഇനിയെങ്കിലും ഇവൻ്റെ കൂട്ടുകെട്ടിന് നീ ഒന്ന് പിന്മാറ് ശരത്തേന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും ശരത്ത് ചീത്ത പറയുവാണേ തിരിച്ച്, ആരുടെ കൂടെ കൂട്ടുകൂടണമെന്നൊക്കെ എനിക്കറിയാം, നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് സച്ചിനോട്. അപ്പോൾ സച്ചി പറയും, ശരി ശരി, നിൻ്റെ ജീവിതം നിൻ്റെ ഇഷ്ടം, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്നും പോകുവാണേ. ശരത്തിന് എന്തായാലും നല്ല ദേഷ്യമായിട്ടുണ്ട് സച്ചിനോട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ വർഷ നമ്മുടെ ദേവു ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ട് വരുവാണേ, ഒരു സർപ്രൈസ് ആയിട്ട് വരുവാണ്. ദേവു എന്ന് പറഞ്ഞ് വിളിച്ച് വരുമ്പോഴേക്കും ദേവുക്ക് അത് ഭയങ്കര സർപ്രൈസ് ആവുകയാണ്. എന്താ വർഷ ചേച്ചി ഇവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും പറയുന്നുണ്ട്, നീ ഇവിടെയാ ജോലി ചെയ്യുന്നതെന്ന് രേവതി ചേച്ചി പറഞ്ഞായിരുന്നു, നിനക്കൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടി വന്നതാന്ന് പറയുവാണ്. അപ്പോൾ ദേവ് പറയുന്നുണ്ട്, ഗിഫ്റ്റോ എനിക്കോ എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ നല്ല മാർക്കോടെ ജയിച്ചതല്ലേ, ഞാനും ശ്രീകാന്തും നിനക്കൊരു ഗിഫ്റ്റ് തരാൻ തീരുമാനിച്ചിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള ഗിഫ്റ്റ് ബോക്സ് കൊടുക്കുവാണേ. തുറന്നു നോക്കുമ്പോഴേക്കും നല്ല അടിപൊളി വാച്ച്. വർഷ ചോദിക്കുന്നുണ്ട്, ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ ദേവ് പറയുന്നുണ്ട്, ഒരുപാട് ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്. വർഷ തന്നെ അത് കൈ കെട്ടിയും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വർഷ ചോദിക്കുന്നുണ്ട്, എനിക്ക് നിന്നോടൊരു കാര്യത്തെ പറ്റി സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേവ് പറയും, എന്താ വർഷിച്ച് പറഞ്ഞോ എന്ന് പറയുമ്പോഴേക്കും, നീ വാ ഞാൻ പറയാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോവാണേ. അപ്പോഴേക്കും അതിലേ കൂടി കുറേ ഗർഭിണി പെണ്ണുങ്ങൾ പോകുന്നുണ്ടാവും. ലേഡീസിൻ്റെ മറ്റേണിറ്റി ഹോസ്പിറ്റലാണല്ലോ അതുകൊണ്ട് തന്നെ നിറച്ചും അങ്ങനത്തെ ഗർഭിണികളായിരിക്കുമേ. അത് കാണുമ്പോഴേക്കും വർഷ അവരെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് ദേവുവിനോട് പറയുന്നുണ്ട്, എല്ലാവരുടെ മുഖത്തും ഒരു പേടിയാണല്ലേ. അപ്പോഴേക്കും ദേവ് പറയും, അത് ടെൻഷനാണ്, എല്ലാവർക്കും ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവുമല്ലോ, അതിൻ്റെയാന്ന് പറയുമ്പോഴേക്കും വർഷ പറയും, ഓർത്തിട്ട് എന്നെ പേടിയാവുന്നു, എനിക്കിത് കണ്ടിട്ട് പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ദേവ് പറയും, ഇതൊക്കെ എല്ലാവർക്കും നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യമല്ലേ എന്ന് പറയുമ്പോഴേക്കും വർഷ പറയും, ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റൽ ഞാൻ ആദ്യമായിട്ടാന്ന് പറയുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ടേ, ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ വരാലോ. അപ്പോൾ വർഷ പറയും, എന്തിന്, അല്ല നിങ്ങൾക്കൊരു കുഞ്ഞിനെ വേണ്ടേ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അയ്യോ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു സീരിയലിന് ഡബ് ചെയ്തു, അതിൽ ആ പെൺകുട്ടി ഗർഭിണിയായിട്ട് എന്തോരം വേദനയാണ് സഹിക്കുന്നതെന്നറിയോ, എന്നെക്കൊണ്ട് ഇങ്ങനത്തെ വേദനയൊന്നും സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേവ് പറയും, എത്രയോ പേര് കുഞ്ഞുങ്ങളില്ലാതെ ഇവിടെ വിഷമത്തോടെ വന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നോ കാണുന്നുണ്ടെന്നോ. ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് തരുന്നതല്ലേ കുഞ്ഞിന്, അത് നമ്മളായിട്ട് പിന്നോട്ട് വെക്കാൻ പാടില്ല, അത് പിന്നീട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. വർഷിച്ച് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, കുഞ്ഞിനെ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, കുഞ്ഞിനെ വേണം, അതിനെ പ്രസവിക്കണം എന്നില്ലല്ലോ, ഒരുപാട് മാർഗ്ഗങ്ങൾ വേറെ ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദേവു ചോദിക്കുന്നുണ്ട്, എന്ത് മാർഗം, അതാ ഇങ്ങനെ മറ്റേ സർഗസി. അപ്പോഴേക്കും നമ്മുടെ ദേവു പറയുന്നുണ്ട്, കൃത്രിമ പാടക ഗർഭധാരണം അതാണോ ഉദ്ദേശിച്ചത്. അപ്പോഴേക്കും വർഷ സമ്മതിക്കുന്നുണ്ട്, അത് തന്നെ, എനിക്ക് അതിലൂടെ മതി, എനിക്ക് ഇങ്ങനത്തെ പെയിനൊന്നും താങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴേക്കും വർഷ പറയും, ശ്രീകാന്ത് അതിനെ സമ്മതിക്കുമോ. ശ്രീകാന്ത് എന്തിനാ സമ്മതിക്കുന്നേ, ഇതെൻ്റെ ദേഹമല്ലേ, ഞാനല്ലേ എല്ലാത്തിനും സമ്മതിക്കേണ്ടത്, എൻ്റെ സമ്മതം മാത്രം മതി, എനിക്കിതാണ് എളുപ്പമായിട്ട് തോന്നുന്നത്, എനിക്ക് സർഗസി മതി എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അല്ല നമുക്ക് എന്തെങ്കിലും ദേഹത്തിനൊക്കെ വല്ല കുഴപ്പമോ പ്രസവിക്കാനുള്ള ബുദ്ധിമുട്ടോ ഉള്ളവരല്ലേ അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ, വർഷേച്ചിക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും, ഇല്ല ഞാൻ പറഞ്ഞില്ലേ ദേവു, എനിക്ക് പറ്റില്ല പ്രസവിക്കാൻ, എനിക്ക് ആ വേദന സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, വർഷേച്ചി പറഞ്ഞതുപോലെ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, സർഗസി തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഒരാളെങ്കിലും അങ്ങനെ പറഞ്ഞല്ലോ, സമാധാനമായി എന്ന് പറഞ്ഞ് വർഷയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഹോസ്പിറ്റലിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ് ഉള്ളതെന്നൊക്കെ ദേവു ഒന്ന് നോക്കിയിട്ടൊക്കെ പറയണം, അതായത് ആരെങ്കിലും ഇതിനു വേണ്ടി പേരൊക്കെ കൊടുത്തിട്ടുണ്ടോ, സർഗസി ചെയ്യാൻ റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ എന്നെ ഒന്ന് അറിയിക്കണം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ദേവ് പറയും, അതൊക്കെ ഞാൻ ചെയ്തുതരാം, പക്ഷേ ഒരുപാട് ചിലവുണ്ടെന്ന് പറയുമ്പോഴേക്കും വർഷ പറയും, അതൊന്നും കുഴപ്പമില്ല, പിന്നെ ഇതാരും അറിയാൻ പാടില്ല, പ്രത്യേകിച്ച് രേവതി ചേച്ചി പറയരുതെന്ന് പറയുവാണ്. അപ്പോൾ ദേവ് പറയുന്നുണ്ട്, ശരി, തൽക്കാലത്തേക്ക് ഞാൻ ആരോടും പറയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.